ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കൊളംബോ കൊച്ചി യാത്രയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ശ്രീലങ്കൻ കൊളംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടാനുള്ള ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടു മുന്നിൽ കൂടി മറ്റൊരു ഫ്ലൈറ്റും റൺവേയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ടാക്സി വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ തന്നെ മറ്റൊരു ഫ്ലൈറ്റും ടാക്സി വേയിൽ നിന്നും റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഏകദേശം ശ്രീലങ്കയിൽ നിന്നും അരമണിക്കൂർ ദൂരം മാത്രമേ കൊച്ചിയിലേക്കുള്ളൂ. എങ്കിലും ആ യാത്രയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കായി ഞാൻ പങ്കുവെക്കുകയാണ് ഇതോടൊപ്പം തന്നെ. എൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ ടാക്സി വേയിലൂടെ റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ തന്നെ മറ്റൊരു ഫ്ലൈറ്റ് ഇപ്പോൾ റൺവേയിൽ കൂടി പറന്നു പോകുന്ന ഈ ഒരു സീനൂടെ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ടാക്സി വേയുടെ എൻഡിലെത്തിയിരിക്കുകയാണ്. തൊട്ടു മുന്നിലുള്ള ഫ്ലൈറ്റ് റൺവേയിൽ കൂടി മുന്നോട്ട് നീങ്ങാൻ തയ്യാറായി നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതാ എൻ്റെ തൊട്ടു മുന്നിലുള്ള ഫ്ലൈറ്റ് റൺവേയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈറ്റ് പൊങ്ങുന്ന മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ കാണാൻ പറ്റും. ആ ഫ്ലൈറ്റ് ഉയർന്നതോടുകൂടി എൻ്റെ ഫ്ലൈറ്റും ടാക്സി വേയിൽ നിന്നും റൺവേയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് കടന്നു നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റും റൺവേയിലേക്ക് കുതിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ സീൻ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞാൻ കൊളംബോയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഫ്ലൈറ്റ് റൺവേയിലൂടെ കുതിക്കുന്ന ഈ മനോഹരമായ ദൃശ്യം മാക്സിമം ക്ലിയറായി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്.
എൻ്റെ ഫ്ലൈറ്റും തറയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീലങ്കൻ എയർപോർട്ടിൻ്റെ മനോഹരമായ ദൃശ്യമാണ് താഴെ കാണുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ശ്രീലങ്കൻ എന്ന ദ്വീപിൽ നിന്നും കടലിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ ആകാശ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന ഈ ഫ്ലൈറ്റിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഇന്ത്യയുടെ തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീലങ്കയിൽ നിന്ന് അരമണിക്കൂർ മാത്രം ദൂരം ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റ് അധികം ഉയരത്തിലല്ല പറക്കുന്നത്. അതിനാൽ നമുക്ക് താഴ്വശം ഏകദേശം കാണാൻ പറ്റുന്നു. മേഘപാളികൾക്ക് മുകളിൽ കൂടിയാണെങ്കിലും താഴ്വശം നമുക്ക് പകലായതുകൊണ്ട് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ആകാശമേഘങ്ങളാണ് ആ സൈഡിൽ കാണുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യം പോകുമ്പോൾ ഈ സീൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സീനാണ്. നമ്മളിപ്പോൾ തമിഴ്നാട് അതിർത്തിയിലുള്ള രാജപാളയം എന്ന സ്ഥലത്തിന് മുകളിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും വളരെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കൊച്ചിയിലേക്ക് ലാൻഡിംഗ് ആണ് ഇനിയും കാണിക്കുന്നത്. ഫ്ലൈറ്റ് ഏകദേശം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. കൊളംബോ കൊച്ചി യാത്രക്കിടയിൽ മാത്രമാണ് ഇത്രയും ഫ്ലൈറ്റ് താഴ്ന്ന് പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മിക്കവാറും കടൽ കടന്നു കഴിഞ്ഞാൽ മുതൽ താഴ്വശത്തെ കാഴ്ചകൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് കൊളംബോയിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന ഈ യാത്ര. ഫ്ലൈറ്റ് ഏകദേശം നെടുമ്പാശ്ശേരിയോട് അടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം പല പ്രാവശ്യങ്ങളിലും വന്നിറങ്ങുമ്പോൾ നമുക്ക് ഒരടയാളമായി കാണുന്ന പെരിയാറിൻ്റെ ആ വളഞ്ഞു തിരിഞ്ഞ വഴികളാണ്. താഴെ കാണുന്ന ചെറിയ പാത്തി മാതിരി കാണുന്ന ഈ രൂപം പെരിയാർ ഒഴുകുന്ന ഒരു സീനാണ്.
ഫ്ലൈറ്റ് പിന്നെയും വളരെ താഴ്ന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴെ കെട്ടിടങ്ങളൊക്കെ വ്യക്തമായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇടയ്ക്കൂടെ കാണുന്ന കറുത്ത ചാലാണ് പെരിയാർ ഒഴുകുന്നത്. അതായത് നമ്മൾ നെടുമ്പാശ്ശേരിയോട് അടുത്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. കാരണം എല്ലാ പ്രാവശ്യവും ഒരു സിമ്പലാണ് ഈ പെരിയാർ ഒഴുകുന്നത്. ഇനി അതൊന്നുകൂടെ കുറുകെ ഒഴുകുന്ന ഒരു സീനോടുകൂടി നെടുമ്പാശ്ശേരിയിലേക്ക് ലാൻഡിംഗ് ആണെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ താഴെ കാണുന്ന ആ കറുത്ത ചാല് കാണുന്നത് പെരിയാർ നദിയാണ്. റോഡുകളൊക്കെ വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ പെരിയാറിന് കുറുകെ ഫ്ലൈറ്റ് കടന്നിരിക്കുകയാണ്. ഇനിയും ഏതാനും നിമിഷങ്ങൾക്കകം ലാൻഡിംഗ് പാഡിലേക്ക് ഇറങ്ങുകയാണ് ഫ്ലൈറ്റ്. കാരണം ഇതൊരു അടയാളം മാത്രമാണ്. കൊച്ചിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്നും അറിയപ്പെടുന്ന ഒരു അടയാളമാണ് ഈ പെരിയാർ നദി കുറുകെ കിടക്കുക. അടുത്ത നിമിഷം തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് എത്തുകയാണ്. അടുത്ത നിമിഷം ലാൻഡിംഗ് ആണ് കാണാൻ പോകുന്നത്. അങ്ങനെ റൺവേയിലേക്ക് ഫ്ലൈറ്റ് എത്തിയിരിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ തറയിൽ
കുത്തുന്ന ആ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാം. ഒപ്പം തന്നെ ഫ്ലൈറ്റിൻ്റെ ചിറകുകളിലെ ബ്രേക്ക് വിടർന്നു നിൽക്കുന്നതും നിങ്ങൾക്ക് ഇതോടൊപ്പം കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എത്തിയ കൊളംബോ കൊച്ചി യാത്ര ഇവിടെ അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഫ്ലൈറ്റ് റൺവേയിൽ നിന്നും ടാക്സി വേയിലേക്ക് തിരിയുന്നതാണ് അടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ. It's been our pleasure having you with us, and we hope to see you again soon. Thank you for flying Sri Lankan Airlines, member of the One World Alliance, and our co-share partner Air India. Ayubowan.